ഹരേ രാമ ഹരേ കൃഷ്ണ. ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ കൈ നിറയെ പണമെത്തും. ഈ രാശിക്കാരാണോ നിങ്ങൾ? ജൂലൈ മാസത്തിൽ ജ്യോതിഷപ്രകാരം കർക്കിടകത്തിൽ ബുധാദിത്യ ലക്ഷ്മി നാരായണ യോഗം വന്നുചേരും. ഈ രാശിമാറ്റം ചില രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുക. ഗ്രഹങ്ങളുടെ ആനുകാലികമായ ചലനം വിവിധ തരത്തിലുള്ള യോഗങ്ങളാണ് സമ്മാനിക്കുക. രാജയോഗത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ബുധനും ശുക്രനും കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ ലക്ഷ്മി നാരായണ യോഗം രൂപപ്പെടും. ജൂലൈ 16 സൂര്യൻ കർക്കിടകത്തിൽ പ്രവേശിക്കുകയും ബുധനോട് ചേരുകയും ചെയ്യുന്നത്. ആ നേരത്താണ് ബുധാദിത്യ രാജയോഗം ഉണ്ടാകുന്നത്. ജൂലൈയിൽ വരുന്ന ഇരട്ട രാജയോഗം ചില രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളാണ് സമ്മാനിക്കുന്നത്. ഇത് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾക്കും കാരണമാകും. ജൂലൈ 10 ബുധൻ ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്നതുവരെ ഈ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് അപ്രതീക്ഷിത ധന നേട്ടവും സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം കർക്കിടകം രാശിക്കാരാണ്. കർക്കിടക രാശിക്കാർക്ക് ഈ 2 രാജയോഗങ്ങളിൽ നിന്നും വലിയ നേട്ടങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റവും അവിവാഹിതരായ ആളുകൾക്ക് വിവാഹത്തിനുള്ള അവസരങ്ങളും വന്നു ചേരും. നിങ്ങളുടെ വർദ്ധിച്ച ആത്മവിശ്വാസവും ബഹുമാനവും ബിസിനസ്സുകാർക്ക് കാര്യമായ നേട്ടങ്ങളും വന്നെത്തും. ഈ സമയത്ത് വലിയൊരു ലാഭം നിങ്ങളുടെ ജീവിതത്തിലെ ബിസിനസ്സിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നതാണ്. സാമ്പത്തികമായ വലിയ പുരോഗതിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എല്ലാവിധ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും പുതിയ ഒരു വാഹനം വാങ്ങുവാനുള്ള അവസരം വന്നെത്തുകയും ചെയ്യുന്നതാണ്. ശുക്രൻ നിങ്ങളുടെ ജന്മരാശിയിലാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ വളരെയധികം ദേഹസുഖവും മനസ്സുഖവും അനുഭവപ്പെടുന്ന ഒരു കാലമായിരിക്കും നിങ്ങൾക്ക്. വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന പിണക്കങ്ങളെല്ലാം മാറി ഇണക്കങ്ങളായി മാറുകയും ചെയ്യും. സ്ത്രീ ജനങ്ങളുടെ പിന്തുണ വളരെയധികം ലഭിക്കുന്ന ഒരു സമയമാണ്. അന്യനാട്ടിൽ കഴിയുന്ന ആളുകൾക്ക് സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി വരുവാനുള്ള അവസരം വന്നെത്തും. കലാപഠനത്തിൽ വളരെയധികം പുരോഗതിയും വന്നെത്തുന്നതാണ്. സുഹൃത്തുക്കളുമൊത്ത് വിനോദയാത്രകൾക്ക് അവസരമുണ്ടാകും. വളരെയധികം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഇഷ്ടജനങ്ങളുമായി ഉല്ലാസം, സുഖഭക്ഷണം ഇവയെല്ലാം വന്നുചേരും. കിടപ്പു രോഗികൾക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വന്നെത്തുക. കർക്കിടക രാശിയിലുള്ള പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർ ചൊവ്വാഴ്ചകളിൽ പുഴയുടെ തീരത്തുള്ള ക്ഷേത്രങ്ങളിൽ വൈകുന്നേരത്തെ ദീപാരാധന തൊഴുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ സഹായിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ജാതകത്തിൽ മറ്റു ഗുരുതര പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്കാണ് ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരുക. നിങ്ങളുടെ പക്കപ്പിറന്നാൾ ദിവസത്തിലും അനുജന്മ നക്ഷത്ര ദിവസങ്ങളിലും നിങ്ങളുടെ കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നത് വന്നു ചേരുന്ന കഷ്ടതകളെല്ലാം മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ ബുധാദിത്യ രാജയോഗത്തിൽ നിന്നും വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നുചേരും. കാരണം ഇത് നിങ്ങളുടെ വരുമാനത്തിലും ലാഭത്തിന്റെ ഭവനത്തിലും നടക്കുന്ന യോഗങ്ങളാണ്. ഈ കാലയളവിൽ നിങ്ങൾ വസ്തുവകകളോ വാഹനങ്ങളോ വാങ്ങുവാനുള്ള സാധ്യതയും വന്നുചേരും. ജോലിയിലും ബിസിനസ്സിലും വളരെയധികം പുരോഗതിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന നിങ്ങളുടെ എല്ലാവിധ ജോലികളും വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ജാതകത്തിൽ ശനി ഉച്ചസ്ഥിതിയിലുള്ള ആളുകൾക്ക് ഈ കാലഘട്ടം വളരെയധികം അനുകൂലമായിരിക്കും. വളരെയധികം ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ്. അടുത്ത 4 മാസങ്ങൾ കന്നി രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം നിർണായകമാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയോ ബിസിനസ് പങ്കാളിയോ തിരഞ്ഞെടുക്കുന്നത് പോലുള്ള സുപ്രധാന തീരുമാനങ്ങൾ വന്നുചേരും. ബന്ധങ്ങളിലെ ചതി തിരിച്ചറിയുവാനും വീണ്ടും ചിന്തിച്ച് പ്രവർത്തിക്കുവാനും ശനിദേവൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾ, ബിസിനസ്സിലെ പുരോഗതി, കുടുംബത്തിലെ സന്തോഷം,
പുതിയ വീട് വാങ്ങുവാനുള്ള യോഗം, തൊഴിൽ മേഖലയിലെ വിജയം, വിദേശവാസം, ദാമ്പത്തിക ഐക്യം, വിവാഹം, അതുപോലെ തന്നെ പുതിയ ആഭരണങ്ങൾ വാങ്ങുക, കീർത്തി, ബന്ധുക്കളുടെ സ്നേഹം, നിയമപരമായ തർക്കങ്ങളിലെ വിജയം എന്നിവയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉപരിപഠനത്തിനായി പരീക്ഷകളിൽ പങ്കെടുത്ത ആളുകൾക്ക് അനുകൂലമായ ഫലം പ്രതീക്ഷിക്കാം. നിങ്ങൾ കാത്തിരുന്ന നിയമന ഉത്തരവ് ലഭിക്കുകയും സർക്കാർ സേവനത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യതയും വന്നെത്തും. കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും സന്തോഷവും വർദ്ധിക്കുന്നതാണ്. ഈ വരുന്ന 4 മാസക്കാലം കന്യരാശിക്കാർ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമിയെയോ ഭദ്രകാളിയെയോ നിർമാല്യം തൊഴുന്നതും നെയ്വിളക്ക് കത്തിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടതകളും മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഇടവരുത്തുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. ഇടവ രാശിയിലായ ആളുകൾക്ക് ഈ രാജയോഗത്തിൽ നിന്ന് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക ഉയർച്ചയാണ് കാത്തിരിക്കുന്നത്. വിജയകരമായ പ്രൊജക്റ്റുകൾ, മെച്ചപ്പെട്ട സാമ്പത്തിക സാഹചര്യങ്ങൾ, ജോലിയുള്ള ആളുകളുടെ ശമ്പള വർധനവോടെയുള്ള പ്രമോഷനുകൾ എന്നിവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അനുകൂലമായ ഈ സമയം എല്ലാ രീതിയിലും നിങ്ങൾക്ക് തുണയായതുകൊണ്ട് ഈ രാശിക്കാരുടെ എല്ലാവിധ ആഗ്രഹങ്ങളും സാധ്യമാകും. വളരെയധികം സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികളെല്ലാം വളരെയധികം ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ടതുണ്ട്. ആരുടെയും സ്വാധീനത്തിന് വഴങ്ങി പ്രധാന തീരുമാനങ്ങൾ മാറ്റുന്നത് ഗുണകരമാകില്ല. നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾ വളരെയധികം വർദ്ധിക്കും. വലിയ ലാഭം നേടുവാനായി ചെറിയ നേട്ടങ്ങൾ ഒഴിവാക്കുന്നത് വളരെയധികം പ്രശ്നങ്ങളിൽ ചെന്നെത്തുന്നതാണ്. രേഖകളിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ജോലിക്കാരായ ആളുകൾക്ക് പ്രമോഷനോ സ്ഥലം മാറ്റമോ ലഭിക്കും. ബിസിനസ് ഇടപാടുകളിൽ പെട്ടുകിടക്കുന്ന പണം നിങ്ങൾക്ക് കൈവശം വന്നു ചേരുന്നതാണ്. പുതിയ പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാനും മുടങ്ങിക്കിടക്കുന്ന ഏത് ജോലിയും അടുത്ത ഒരു സുഹൃത്തുക്കളുടെ സഹായത്തോടെ പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ നൽകേണ്ടതുണ്ട്. നിങ്ങളുടെ സംസാരം പരുഷമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. വസ്തു സംബന്ധമായ ഇടപാടുകളായി മുന്നോട്ട് നീങ്ങുന്ന ആളുകൾ ഏതൊരു സുപ്രധാന തീരുമാനവും എടുക്കുമ്പോൾ ഒരു മുതിർന്ന വ്യക്തിയുടെ അഭിപ്രായം കേൾക്കുവാൻ മറക്കരുത്. നിങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ വളരെയധികം തീവ്രത അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിയമപരമായ തർക്കങ്ങളിൽ കോടതിയിൽ വിധി പറയുവാനുള്ള കേസുകളിൽ പ്രതികൂല ഫലമായിരിക്കും സമ്മാനിക്കുക. സാധ്യമെങ്കിൽ ഒത്തുതീർപ്പിന് ശ്രമിക്കുകയോ വ്യവഹാരങ്ങൾ 4 മാസത്തേക്ക് മാറ്റിവെക്കുകയോ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. കൃഷി, വാഹനം, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അപ്രതീക്ഷിതമായ വളരെയധികം ധനലാഭവും വന്നു ചേരും. എന്നാൽ മറ്റുള്ള ആളുകളോട് അഹങ്കാരത്തോടെ പെരുമാറുന്നത് വലിയ വില നൽകേണ്ടി വരുന്ന ഒരു സമയമാണ്. മര്യാദ, അനുകമ്പ തുടങ്ങിയ സദ്ഗുണങ്ങൾ പുലർത്തുന്ന ആളുകൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ഇടവ രാശിയിലുള്ള ആളുകൾ വെള്ളിയാഴ്ചകളിൽ ദുർഗാ ഭഗവതിയെ വൈകിട്ടത്തെ ദീപാരാധനയിൽ ത്രിമധുരം നേദിച്ച് സേവിക്കുന്നത് സകല ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.